നമസ്കാരം. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. തട്ടേക്കാട് വനത്തിൽ നായാട്ട് സംഘാംഗം വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി. മരിച്ച ടോണിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പിതാവ്. ജിഷ്ണു കോപ്പിയടിച്ചെന്ന നെഹ്റു കോളേജ് മാനേജ്മെന്റിന്റെ വാദം പോലീസും തള്ളി. ജിഷ്ണു കോപ്പിയടിച്ചതിന് തെളിവില്ലെന്ന് ADGP സുധേഷ് കുമാർ. പരീക്ഷാ ഹാളിൽ കോപ്പി അടിക്കാനുള്ള സാഹചര്യമില്ലെന്നും ADGP. 12 വർഷത്തിനിടെ നൂറുകണക്കിന് പെൺകുട്ടികളെ പീഡിപ്പിച്ച തയ്യൽക്കാരൻ പിടിയിലായത് കിഴക്കൻ ദില്ലിയിലെ കല്യാൺപുരി നിവാസി സുനിൽ റസ്തോഗി. പ്രതി കുറ്റം സമ്മതിച്ചു. 6 മാസം വളർച്ചയുള്ള ഭ്രൂണം നശിപ്പിക്കാൻ അനുമതി നൽകി സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. മഹാരാഷ്ട്ര സ്വദേശിക്ക് അനുമതി നൽകിയത് ഗർഭസ്ഥ ശിശുവിന് വളർച്ചയില്ലാത്തതിനാൽ. സിഡ്കോ അഴിമതി കേസിൽ മുൻ MD സജീവ് ബഷീർ ഒന്നാം പ്രതി. 27 പേരെ മാനദണ്ഡം ലംഘിച്ച് നിയമിച്ചതായി വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട്. പോലീസ് തലപ്പത്ത് സ്ഥാനചലനം. 6 ഉന്നത ഉദ്യോഗസ്ഥരുടെ ചുമതല മാറ്റി. തട്ടേക്കാട് വനത്തിൽ നായാട്ട് സംഘാംഗം വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് യുവാവിന്റെ പിതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ടോണിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് പിതാവ് മാത്യു പരാതി നൽകിയിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് അറസ്റ്റിലായ 3 പേരും റിമാൻഡിലാണ്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് തട്ടേക്കാട് വനത്തിൽ വെച്ച് വഴുതനപ്പള്ളി ടോണി വെടിയേറ്റു മരിച്ചത്. ടോണിയോടൊപ്പം നായാട്ട് സംഘത്തിലുണ്ടായിരുന്ന ബേസിലിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അജേഷ്, ഷൈറ്റ് എന്നിവർ ഒളിവിൽ പോകുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യവേ ഷൈറ്റിന്റെ കൈവശമുണ്ടായിരുന്ന തോക്കുകൊണ്ട് ആനയെ വെടിവെച്ചപ്പോൾ അബദ്ധത്തിൽ ടോണിക്ക് കൊള്ളുകയായിരുന്നുവെന്ന് മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ടോണിയുടെ പിതാവ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. പ്രതികളിൽ ഒരാളായ ഷൈറ്റിന് ടോണി 2 ലക്ഷത്തിലധികം രൂപ കൊടുത്തിരുന്നതായി ടോണി ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ടോണിയുടെ പിതാവ് മാത്യു പറഞ്ഞു. എനിക്ക് എന്നാ സത്യം എന്നൊന്നും അറിയിക്കാൻ മതി. ഞാൻ നായാട്ടുകാരനല്ല, എൻ്റെ മകൻ നായാട്ടുകാരനല്ല. പിന്നെ സാമ്പത്തികമായിട്ട് ഇവൻ കാശ് കൊടുത്തു എന്നുള്ള ഡയറി നോക്കിയപ്പോൾ പരിക്കേറ്റ മകനെ തന്റെ വീടിന്റെ മുൻവശത്തുകൂടി കൊണ്ടുപോയിട്ടും തങ്ങളെ അറിയിച്ചില്ലെന്നും സംഭവത്തിന് ശേഷം 4 മണിക്കൂറോളം പ്രാഥമിക ചികിത്സ നൽകാതിരുന്നതും കൂടുതൽ ദുരൂഹമാണെന്നും മാത്യു പറഞ്ഞു. തന്റെ പരാതി പരിഗണിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മാത്യു അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഒട്ടേറെ ബാലികാ പീഡന കേസുകളിൽ പ്രതിയായ 38-കാരൻ പിടിയിലായി. കിഴക്കൻ ദില്ലിയിലെ കല്യാൺപുരി നിവാസിയായ സുനിൽ റസ്തോഗി എന്ന തയ്യൽക്കാരനെ ആണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 5 കുട്ടികളുടെ പിതാവ് കൂടിയാണ് ഇയാൾ. 12 വർഷത്തിനിടെ നൂറുകണക്കിന് പെൺകുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പന്ത്രണ്ട് വർഷത്തിനിടെ 500ഓളം കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായാണ് 38-കാരന്റെ വെളിപ്പെടുത്തൽ. പോലീസിന്റെ പിടിയിലായ കിഴക്കൻ ഡൽഹിയിലെ കല്യാൺപുരി നിവാസി സുനിൽ റസ്തോഗിയുടേതാണ് വെളിപ്പെടുത്തൽ. 6 മാസത്തോളം താൻ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും 2500ഓളം പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ദില്ലിയിൽ തയ്യൽക്കട നടത്തിവരുന്ന ഇയാൾ സംഭവത്തെ തുടർന്ന് കുള്ളി ഗ്രാമത്തിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സബ് ഇൻസ്പെക്ടർ സന്ദീപ് ഉൾപ്പെട്ട സംഘത്തിന്റെ പിടിയിലാകുന്നത്. 5 മക്കളുടെ പിതാവായ ഇയാൾ ഉൾപ്പെട്ട മറ്റ് കേസുകളെക്കുറിച്ചും ഇരകളെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ദില്ലി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന കുട്ടികളെയാണ് ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. किडनैपिंग हुई 2 घंटे के अंतराल में, जिसमें से एक बच्ची को बहला फुसला करके और वो झाड़ियों की तरफ लेके गया था, बट शोर मचा दिया और वो खुद भाग गया. दूसरी बच्ची को भी एक खाली बिल्डिंग में ले जाने की कोशिश कर रहा था, ये कह करके कि आपके पापा ने मुझे कुछ कपड़े दिए हैं, वो आपको देने हैं, ये ले जाओ. तब बच्ची ने शोर कर दिया और उसका अटेम्प्ट ये भी कामयाब नहीं हो पाया. इसके बाद जब वो बच्चियों को फोटो पुराने वाले दिखाई गई तो उन बच्चियों ने भी उस फोटो को पहचान लिया. इसके आधार पर पुलिस की टीम बनाई गई और पुलिस टीम ने ह्यूमन इंटेलिजेंस और लोकल इंटेलिजेंस के आधार पर इस आदमी को पकड़ने के लिए ट्रैप लगा दिया. 6 കേസുകളാണ് ഇതുവരെ സുനിലിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനകം 20 കുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചതായി വ്യക്തമായി കഴിഞ്ഞു. 12 വർഷത്തിനിടെ നടത്തിയ പീഡനങ്ങളുടെ വിവരങ്ങളാണ് പോലീസ് ചോദ്യം ചെയ്തറിയുന്നത്. മാനഹാനി ഭയന്ന് പലരും പരാതി നൽകാതിരുന്നിട്ടുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു.
ഡൽഹി, UP, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായി ഇയാൾ ഉൾപ്പെട്ടിട്ടുള്ള 8 കേസുകളുടെ വിവരങ്ങളും പോലീസിന് ലഭ്യമായി കഴിഞ്ഞു. 2004-ൽ അയൽവാസിയുടെ മകളെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഇയാളും കുടുംബവും ദില്ലിയിലെ മയൂർ വിഹാറിൽ നിന്ന് മാറി താമസിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. സ്കൂളിൽ നിന്നും മടങ്ങുന്ന 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കഴിഞ്ഞ ഡിസംബർ 13 മുതൽ പോലീസ് ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ ശക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് പ്രതി പിടിയിലാകുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയതിനെ തുടർന്നാണ് സംഭവം പുറത്തറിയുന്നത്. ചോദ്യം ചെയ്യലിൽ സുനിലിന്റെ വിചിത്രമായ പല പ്രവൃത്തികളും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടികളെ വശത്താക്കി ആളൊഴിഞ്ഞ സ്ഥലത്തോ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളിലോ കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം മുങ്ങുകയാണ് രീതി. ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുന്ന 9ഉം 10ഉം വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ഭൂരിപക്ഷവും ഇരകളായത്. 2004-ന് ശേഷം നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതായും അറസ്റ്റിലായ ശേഷം റസ്തോഗി വെളിപ്പെടുത്തി. 2006-ൽ ഒരു കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനെ തുടർന്ന് 6 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ച റസ്തോഗി ഇരകളായ പെൺകുട്ടികളെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് പലതവണ പീഡിപ്പിക്കാറുണ്ടെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം തടയുന്നതിനുള്ള പോസ്കോ നിയമം, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376-ാം വകുപ്പ്, 506-ാം വകുപ്പ് എന്നിവ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്. സിഡ്കോ അഴിമതി കേസിൽ മുൻ MD സജി ബഷീറിനെ 1-ാം പ്രതിയാക്കി വിജിലൻസ് FIR സമർപ്പിക്കും. സിഡ്കോയിൽ വഴിവിട്ട് 27 പേരെ നിയമിച്ചതിനാണ് കേസ്. 2010-ൽ സിഡ്കോയിൽ നടന്ന ഉന്നത തസ്തികകളിലേക്കുള്ള 27 നിയമനങ്ങളിൽ വൻ ക്രമക്കേട് നടന്നതായാണ് വിജിലൻസിന്റെ ത്വരിത പരിശോധനയിലെ കണ്ടെത്തൽ. 7 പേരെ നിയമിക്കാൻ സർക്കാരിനോട് അനുമതി തേടിയതിനു ശേഷം 23 പേരെ നിയമിച്ചു. ആവശ്യമായ യോഗ്യതയില്ലാത്തവരെയാണ് ഉന്നത തസ്തികകളിൽ നിയമിച്ചത്. PSCക്ക് വിടേണ്ട നിയമനവും സിഡ്കോ ബോർഡ് തന്നെ നടത്തി. MD ആയിരുന്ന സജി ബഷീർ, വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി PC കാസിം എന്നിവർ ഇതിനായി ഗൂഢാലോചന നടത്തിയെന്നും ത്വരിത പരിശോധനാ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ക്രമക്കേട് നടന്ന സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ SP R സുകേശൻ നിർദ്ദേശിക്കുന്നു. ഇതനുസരിച്ച് സജി ബഷീറിനെ 1-ാം പ്രതിയും PC കാസിമിനെ 2-ാം പ്രതിയുമാക്കി FIR സമർപ്പിക്കാനാണ് വിജിലൻസ് തീരുമാനം. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ത്വരിതാന്വേഷണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. VD സതീശൻ MLA-യുടെ വിദേശയാത്രകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. MLA ആയിരിക്കെ 100ഓളം തവണ സതീശൻ വിദേശയാത്രകൾ നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അന്വേഷണം. പറവൂർ സ്വദേശിയുടെ പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 2001 മുതൽ VD സതീശൻ MLA നടത്തിയ വിദേശയാത്രകളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന പരാതിയിലാണ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. 2001 മുതൽ MLA ആയി തുടരുന്ന സതീശൻ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടെയോ ചെലവിലോ വിദേശയാത്ര നടത്തിയിട്ടില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിച്ചിട്ടുണ്ട്. എങ്കിലും 100ഓളം തവണ സതീശൻ വിദേശയാത്ര നടത്തിയതാണ് വിവാദമായിരിക്കുന്നത്. അഴിമതി പണം പ്രവാസി മലയാളികളുടെ പേരിൽ നടത്തുന്ന ബിസിനസ് സംരംഭങ്ങളിൽ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു വിദേശയാത്രകളെന്ന് പരാതിയിൽ പറയുന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നെൽവയൽ നികത്തുന്നതിനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിലും തന്റെ ബിനാമിയായ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനായ നവാസിനെ ഉപയോഗിച്ച് പണം സമ്പാദിച്ചുവെന്നും പരാതിക്കാരനായ EM നായിബ് വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. നിരന്തരം സതീശൻ്റെ ബിനാമി മാഞ്ഞാലി സ്വദേശി TN നവാസും വിദേശയാത്ര നടത്തുകയും അവിടെ പല ബിസിനസ് സംരംഭങ്ങളിലും പങ്കാളികളാവുകയും ചെയ്യുന്നതായിട്ട് പ്രാദേശികമായിട്ട് പല സോഴ്സ് കോണുകളിൽ നിന്നും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. നവാസിന്റെ ദുരൂഹമായ സാമ്പത്തിക വളർച്ച സംബന്ധിച്ച തെളിവുകളും പരാതിക്കാരൻ വിജിലൻസിന് കൈമാറി. ആരോപണ വിധേയനായ VD സതീശനിൽ നിന്നും വിജിലൻസ് സംഘം ഉടൻ മൊഴിയെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വളർച്ചയില്ലാത്ത ഭ്രൂണം നശിപ്പിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകി. മുംബൈ സ്വദേശിനിയായ 22 വയസ്സുകാരുടെ ഹർജിയിലാണ് കോടതിയുടെ സുപ്രധാന വിധി. തലയോട്ടി വളർന്നിട്ടില്ലാത്ത ഭ്രൂണം നശിപ്പിക്കാൻ അനുവദിക്കണമെന്നും ഇത് തന്റെ ജീവന് ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് യുവതി കോടതിയെ സമീപിച്ചത്. 6 മാസം പ്രായമുള്ള ഭ്രൂണം നശിപ്പിക്കാനാണ് കോടതിയുടെ അനുമതി. സുപ്രീം കോടതിയുടേതാണ് നിർണായക ഉത്തരവ്. മഹാരാഷ്ട്ര സ്വദേശിക്കാണ് അനുമതി ലഭിച്ചത്. ഗർഭസ്ഥ ശിശുവിന് വളർച്ചയില്ലാത്തതിനാലാണ് ഭ്രൂണം നശിപ്പിക്കാൻ കോടതി അനുമതി നൽകിയത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസുമാരായ L നാഗേശ്വര റാവു, SA ബോഡെ എന്നിവരാണ് വിധി പറഞ്ഞത്. യുവതിയുടെ ഹർജി അന്വേഷിക്കാൻ 7 ഡോക്ടർമാരടങ്ങിയ ബോർഡിനെയും സുപ്രീം കോടതി നിയോഗിച്ചിരുന്നു. ഭ്രൂണത്തിന് തലച്ചോറില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു കോടതിയുടെ അനുമതി. 24 ആഴ്ച പ്രായമായ ഭ്രൂണത്തിന് വേണ്ട വിധത്തിലുള്ള വളർച്ചയില്ല. തലയോട് വികസിക്കാത്തത് ഗർഭപാത്രത്തിൽ നിന്നുള്ള നീക്കത്തിന് തടസ്സമായേക്കും. ഇത് മാതാവിന്റെ ജീവന് ഭീഷണിയായേക്കുമെന്നും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നു. പരാതിക്കാരിയുടെ ജീവൻ രക്ഷിക്കാനുള്ള അവകാശം മുൻനിർത്തി മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് അനുസരിച്ച് അനുമതി നൽകുകയാണെന്നാണ് കോടതി പറഞ്ഞത്. ഭ്രൂണഹത്യാനുവാദം 24 ആഴ്ചയാക്കാനും പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രസവത്തിന് മുൻപുള്ള ഏത് സമയത്തും ഭ്രൂണഹത്യ നടത്താമെന്നുമുള്ള സർക്കാരിന്റെ MGP നിയമപരിഷ്കരണം വരാനിരിക്കെയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി.
കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ അനുമതി തേടുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള 4ാമത്തെ സംഭവമാണിത്. ന്യൂസ് ഡെസ്ക്. ഭിന്നശേഷിയുള്ള യുവതിയെ ഓടിക്കൊണ്ടിരുന്ന ജീപ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി. കർണാടകയിലെ തുംകൂരിലാണ് സംഭവം. വീട് വിട്ടിറങ്ങിയ 30-കാരിയെ വീട്ടിൽ കൊണ്ടുചെന്നാക്കാം എന്ന് വാഗ്ദാനം നൽകിയായിരുന്നു ഉദ്യോഗസ്ഥന്റെ ബലാത്സംഗം. ഭിന്നശേഷിക്കാരിയായ യുവതിയെ ഓടിക്കൊണ്ടിരുന്ന ജീപ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്ത കേസിലാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായത്. കർണാടകയിലെ തുംകുരുവിലാണ് സംഭവം. വീട് വിട്ടിറങ്ങിയ 30-കാരിയെ വീട്ടിൽ കൊണ്ടുചെന്നാക്കാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ പീഡനം. വീട്ടുകാരുമായി വഴക്കിട്ട് ശനിയാഴ്ച രാത്രി 7 മണിക്കാണ് യുവതി വീട് വിട്ടിറങ്ങിയത്. അന്ന് പെട്രോളിംഗിലായിരുന്ന ASI ഉമേഷ് യുവതിയെ കാണുകയും സ്ഥിതിഗതികളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. യുവതി തന്റെ സഹോദരന്റെ ഫോൺ നമ്പർ ASIക്ക് കൈമാറി. വീട്ടിൽ കൊണ്ടുചെന്നാക്കാമെന്ന് ASI നൽകിയ വാഗ്ദാനം വിശ്വസിച്ച് അദ്ദേഹത്തോടൊപ്പം പോലീസ് ജീപ്പിൽ കയറുകയായിരുന്നു യുവതി. പുലർച്ചെ 3:30-നായിരുന്നു സംഭവം. ഓടിക്കൊണ്ടിരുന്ന ജീപ്പിൽ വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു ബലാത്സംഗം. യുവതി ചെറുത്തെങ്കിലും പീഡനത്തിനിരയാവുകയായിരുന്നു. ഭിന്നശേഷിക്കാരിയായതിനാൽ സംഭവം പുറത്തറിയില്ലെന്ന് ASI വിചാരിച്ചതാവാം ഇത്ര വലിയ ക്രൂരകൃത്യം ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥനെ പ്രേരിപ്പിച്ചതെന്ന് കേസന്വേഷിക്കുന്ന SP പറയുന്നു. സംഭവം പുറത്തറിഞ്ഞതോടെ പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. സംസ്ഥാന പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. പോലീസ് ഇന്റലിജൻസ് മേധാവിയായി മുഹമ്മദ് യാസിനെ നിയമിച്ചു. R. ശ്രീലേഖയെ ജയിൽ മേധാവിയായും രാകേഷ് ദിവാനെ ഉത്തരമേഖല ADGP-യായും നിതിൻ അഗർവാളിനെ ക്രൈംബ്രാഞ്ച് ADGP-യായും നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. ടോമിൻ J. തച്ചങ്കരിയാണ് കോസ്റ്റൽ പോലീസ് ADGP. പോലീസ് ഇന്റലിജൻസ് മേധാവിയായിരുന്ന R. ശ്രീലേഖയെ ജയിൽ മേധാവിയായി നിയമിച്ചു. ഉത്തരമേഖല ADGP-യായി DGP റാങ്കുള്ള രാകേഷ് ദിവാനെയാണ് നിയമിച്ചിരിക്കുന്നത്. മുഹമ്മദ് യാസിനാണ് പുതിയ ഇന്റലിജൻസ് മേധാവി. ക്രൈംബ്രാഞ്ച് ADGP-യായി നിതിൻ അഗർവാളിനും പോലീസ് ആസ്ഥാനത്തെ ADGP-യായി അനിൽകാന്തിനും നിയമനം നൽകി. IG-യായി സ്ഥാനക്കയറ്റം ലഭിച്ച P. വിജയന് എറണാകുളം റേഞ്ച് IG-യായാണ് നിയമനം. KSCB വിജിലൻസ് ADGP-ആയിരുന്ന K. പത്മകുമാറിനെ കേരള പോലീസ് ട്രെയിനിംഗ് അക്കാദമി ഡയറക്ടറായി നിയമിച്ചു. കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് MD-ആയിരുന്ന ടോമിൻ തച്ചങ്കരിക്ക് ലഭിച്ച പുതിയ നിയമനം കോസ്റ്റൽ പോലീസ് ADGP. ക്രൈംബ്രാഞ്ചിൽ IG-1 മഹിപാൽ യാദവിനെയും IG-2 R. ശ്രീജിത്തിനെയും നിയമിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത്. സുധീഷ് കുമാർ ADGP ആംഡ് ബറ്റാലിയൻ, KK ലക്ഷ്മണ IG ഇന്റേണൽ സെക്യൂരിറ്റി, DIG-യായി സ്ഥാനക്കയറ്റം ലഭിച്ച ഷഫീൻ അഹമ്മദ് പോലീസ് ആസ്ഥാനം അഡ്മിനിസ്ട്രേഷൻ DIG, ബൽറാം കുമാർ ഉപാധ്യായ പോലീസ് ഹൗസിംഗ് മേധാവി എന്നിങ്ങനെയും IPS തലപ്പത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സമാജ്വാദി പാർട്ടിയിലെ തലമുറ മാറ്റത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം. അഖിലേഷ് യാദവിനെ അധ്യക്ഷനായി അംഗീകരിച്ച കമ്മീഷൻ സൈക്കിൾ ചിഹ്നത്തിന്റെ അവകാശവും അനുവദിച്ചു നൽകി. അതേസമയം അഖിലേഷിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് മുലായം സിംഗ് യാദവ് ഭീഷണി മുഴക്കി. പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്നും അഖിലേഷ് തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രിയെന്നും മുലായം പറഞ്ഞതിന് പിന്നാലെയാണ് മഞ്ഞുരുകുന്നു എന്ന സൂചന നൽകി ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. ലക്നൌവിലെ മുലായത്തിന്റെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ച 1.5 മണിക്കൂർ നീണ്ടുനിന്നു. മുലായം അധ്യക്ഷ സ്ഥാനത്തും അഖിലേഷ് മുഖ്യമന്ത്രി സ്ഥാനത്തും തുടരും എന്ന ഫോർമുലയാണ് ചർച്ചയിൽ ഉയർന്നു വന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പൂർണ്ണ അധികാരം വേണമെന്ന് അഖിലേഷ് ആവശ്യപ്പെട്ടു. ചിഹ്നത്തിൽ അവകാശം ഉന്നയിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ അപേക്ഷ പിൻവലിക്കണമെന്ന് മുലായവും ആവശ്യപ്പെട്ടു. ചർച്ചകൾക്ക് ശേഷം ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അതേസമയം പാർട്ടി ചിഹ്നത്തിനായി ഇരുവിഭാഗവും അവകാശവാദം ഉന്നയിച്ചതിനാൽ കൂടുതൽ തെളിവ് നൽകണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. വെള്ളിയാഴ്ച ഇരുവിഭാഗത്തിന്റെയും പ്രതിനിധികൾ നേരിട്ട് ഹാജരാകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. വാദങ്ങൾ വിശദമായി കേട്ടതിന് ശേഷമായിരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ തീരുമാനമെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജിഷ്ണു കോപ്പിയടിച്ചതായി കരുതുന്നില്ല എന്ന അന്വേഷണ ചുമതലയുള്ള ADGP സുധേഷ് കുമാർ. കോപ്പിയടിക്കാനുള്ള സാഹചര്യം പരീക്ഷാ ഹാളിൽ ഇല്ലെന്നും ജിഷ്ണു കോപ്പിയടിച്ചെന്ന് ദൃക്സാക്ഷികൾ ആരും പറഞ്ഞിട്ടില്ലെന്നും ADGP പറഞ്ഞു. അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഞാൻ എക്സാമിനേഷൻ ഹാൾ പോയി നോക്കി. അത് എഴുതുമ്പോൾ കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. ആ അലൈൻമെൻറ്റിലെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ എല്ലാം നമ്മൾ എല്ലാ ആംഗിൾസ് നോക്കുന്നുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ പോയി കയറി നോക്കി. അവിടെ എല്ലാ കാര്യം നോക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് ഇൻവെസ്റ്റിഗേഷനിൽ വരുമല്ല. സാങ്കേതിക സർവകലാശാലയുടെ ക്യാമ്പസിനായി വളപ്പിൽശാലയിലെ സ്ഥലം വേണ്ടെന്ന വൈസ് ചാൻസലർ കൊഞ്ചേരിയുടെ നിലപാടിനെതിരെ അംഗങ്ങൾ. ഗവേണിംഗ് ബോഡി യോഗത്തിൽ അംഗങ്ങൾ VCയെ എതിർപ്പറിയിച്ചു. സർവകലാശാലയിൽ അധ്യാപക നിയമനം നടത്താത്തതിലും VCക്കെതിരെ പ്രതിഷേധം ശക്തിപ്പെടുകയാണ്. വിളപ്പിൽശാല മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ സ്ഥലമാണ് സർക്കാർ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്തിനായി കണ്ടെത്തിയത്. എന്നാൽ ആ സ്ഥലം സർവകലാശാല ക്യാമ്പസിന് വേണ്ട എന്നതാണ് നിലവിൽ വൈസ് ചാൻസലർ ഡോക്ടർ കുഞ്ചിറിയ P. ഐസക്കിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് ഓഫ് ഗവേണൻസ് യോഗത്തിലാണ് VC പുതിയ നിലപാടെടുത്തത്. എന്നാൽ VCയുടെ നിലപാടിനെ യോഗത്തിൽ മറ്റംഗങ്ങൾ വിമർശിച്ചു.
എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗവും ബോർഡ് ഓഫ് ഗവർണൻസ് അംഗവുമായ ഡോക്ടർ ജി രാധാകൃഷ്ണൻ. അത് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ 2 വർഷമാകും. ഇതുവരെയായിട്ടും നമുക്കൊരു ക്യാമ്പസ് ആയിട്ടില്ല. വെളപ്പിൽശാലയിലുള്ള പഴയ വേസ്റ്റ് ഡിസ്പോസൽ ഏരിയ ഗവേണിംഗ് ബോഡിയിൽ പൊതുവെ അതിനൊരു എതിർപ്പൊന്നും ഇല്ല എന്നാണ്. പക്ഷേ വൈസ് ചാൻസലർ പറയുന്നത് അത് വളരെ ഒരു അഗാധ ഗർത്തമാണ്. ആര് ചോദിച്ചാലും ഐ വിൽ നോട്ട് ഇംപ്ലിമെൻറ്റ് ഇറ്റ്. അതായിരുന്നു അടുത്ത പ്രശ്നം. അത് മാറേണ്ടിയിരിക്കും. എന്നാൽ ക്യാമ്പസിനായി മറ്റേതെങ്കിലും സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തയക്കാനാണ് നിലവിൽ വിസിയുടെ തീരുമാനം. സർവകലാശാലയിലെ അനധ്യാപക തസ്തികകളിലേക്ക് PSC മുഖാന്തരം നിയമനം നടത്താത്തതിനെയും അംഗങ്ങൾ യോഗത്തിൽ എതിർത്തു. ഈ നിയമനങ്ങൾ നടക്കാത്തത് കാരണം സർവകലാശാലയുടെ പ്രവർത്തനം തന്നെ താറുമാറായതായാണ് അംഗങ്ങൾ പറയുന്നത്. വിസിയുടേത് ഏകപക്ഷീയമായ നിലപാടുകളാണെന്നും ഇവർ വിമർശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിജിലൻസ് SP സുകേഷിനെതിരെ DGP ശങ്കർ റെഡ്ഡിയുടെ കത്ത്. തനിക്കെതിരായ അന്വേഷണ ചുമതലയിൽ നിന്നും സുകേഷിനെ മാറ്റണമെന്ന് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു. ശങ്കർ റെഡ്ഡിക്ക് DGPയായി അനധികൃത സ്ഥാനക്കയറ്റം ലഭിച്ചെന്ന കേസാണ് സുകേഷൻ അന്വേഷിക്കുന്നത്. എന്നാൽ സുകേഷൻ നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടുന്ന വ്യക്തിയാണെന്നും കത്തിൽ ശങ്കർ റെഡ്ഡി ചൂണ്ടിക്കാട്ടുന്നു. കേരളീയ സമൂഹത്തിൽ RSS പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവിടെ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് മനസ്സിലാക്കാൻ RSS തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായം പറയുന്നവരോട് രാജ്യം വിട്ടു പോകാൻ പറയാൻ RSSകാർക്ക് അവകാശമില്ല. അതേസമയം CK പത്മനാഭനെ പോലുള്ളവരുടെ അഭിപ്രായം കാണേണ്ടതുണ്ട്. BJPക്കാർക്കിടയിലും നേരായി ചിന്തിക്കുന്നവരുണ്ടെന്ന് എന്നതിന്റെ തെളിവാണ് ഇതെന്നും MDK സ്വന്തം അനുഭവം വിളിച്ചു പറയാൻ ആരുടെയും അനുമതി ആവശ്യമില്ല. കമലിനോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നത് RSSന്റെ മ്ലേച്ഛമായ മനോനിലയാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ അഭിപ്രായപ്പെടുന്നു. പൊതുമേഖലാ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്ന വിമുക്ത ഭടന്മാരുടെ പെൻഷന് വരുമാന നികുതി ഈടാക്കി തുടങ്ങിയത് പ്രതിഷേധത്തിനിടയാക്കുന്നു. പെൻഷൻ തുകയ്ക്കൊപ്പം മുൻ വർഷങ്ങളിലെ അരിയറുകളും വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയുടെ കുടിശ്ശികയും വരുമാനമായി കണക്കാക്കിയാണ് നികുതി പിടിക്കുന്നത്. ഇതോടെ പെൻഷൻ വർധനയ്ക്ക് മുമ്പ് ലഭിച്ചിരുന്ന തുകയേക്കാൾ കുറവാണ് പല വിമുക്ത ഭടന്മാർക്കും ഇപ്പോൾ ലഭ്യമാകുന്നത്. സർവീസിൽ നിന്ന് വിരമിച്ച സൈനികർക്ക് അർഹതപ്പെട്ട പെൻഷൻ തുകയ്ക്ക് മുകളിലാണ് ഉറവിട നികുതി എന്ന കടിഞ്ഞാൻ പിടിമുറുക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകൾ വഴി വിതരണം ചെയ്തിരുന്ന പെൻഷൻ തുകയിൽ നിന്ന് വരുമാന നികുതി പിടിച്ചു തുടങ്ങി. വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി വന്നതോടെ 2006 മുമ്പ് വിരമിച്ചവർക്ക് പെൻഷൻ തുകയിൽ മുൻകാല പ്രാബല്യത്തോടെ വർധന ലഭിച്ചു. കഴിഞ്ഞ വർഷം 7ാം ശമ്പള പരിഷ്കരണത്തോടൊപ്പം പെൻഷൻ തുക വീണ്ടും ഉയർന്നു. ഇത് പ്രകാരം പെൻഷനോടൊപ്പം നൽകുന്ന കുടിശ്ശികകളും വാർഷിക വരുമാനമായി കണക്കാക്കിയാണ് നികുതി പിടിക്കാൻ ആരംഭിച്ചത്. 7th പേ കമ്മീഷന് മുമ്പ് കിട്ടിയിരുന്ന പെൻഷനേക്കാളും 3039 രൂപ ടാക്സ് കട്ട് ചെയ്തപ്പോൾ അത്ര കുറവ് പെൻഷനാണ് ഇപ്പൊ കിട്ടുന്നത്. ഈ മാസം കിട്ടിയത് അവകാശപ്പെട്ട മുൻവർഷങ്ങളിലെ കുടിശ്ശിക ലഭ്യമായപ്പോൾ അതിനുമേൽ നികുതി ഏർപ്പെടുത്തുന്നത് നീതി നിഷേധമാണെന്ന് വിമുക്ത ഭടന്മാർ പറയുന്നു. 2006 ജനുവരിയാണ് ഈ OROPയുടെ എഫക്റ്റീവ് ഡേറ്റ്. അപ്പം അത് ഇത്രയും വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഈ എമൗണ്ട് 2 ലക്ഷം പറഞ്ഞ് നെഗ്ലിജിബിൾ ആയിരിക്കും. മുൻ വർഷങ്ങളിലായി ലഭിക്കാനുള്ള തുകയാണ് ഇവയെന്ന് സത്യവാങ്മൂലം നൽകിയിട്ടും നികുതി ഒഴിവാക്കി നൽകാൻ നടപടികളുണ്ടാകുന്നില്ല. സമാന പ്രശ്നം വ്യാപകമായതോടെ ആശങ്കയിലായ വിമുക്ത ഭടന്മാർ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ATMൽ നിന്നും പ്രതിദിനം പിൻവലിക്കാൻ പറ്റുന്ന തുകയുടെ പരിധി ഉയർത്തി. 10,000 രൂപയാണ് പിൻവലിക്കാൻ കഴിയുക. നേരത്തെ ഇത് 4,500 രൂപയായിരുന്നു. ആഴ്ചയിൽ പിൻവലിക്കാൻ കഴിയുന്ന തുക 24,000 തന്നെ നിലനിർത്തി. എന്നാൽ ഒരു മാസം കറണ്ട് അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയിലും വർധനവ് വരുത്തിയിട്ടുണ്ട്. മാസം പരമാവധി 1 ലക്ഷം രൂപ വരെ പുതിയ തീരുമാനപ്രകാരം പിൻവലിക്കാം. നേരത്തെ ഇത് 50,000 രൂപയായിരുന്നു. ഡിസംബർ 31 ശേഷം ഇത് 2ാം തവണയാണ് പിൻവലിക്കാവുന്ന തുകയുടെ പരിധി സർക്കാർ വർദ്ധിപ്പിക്കുന്നത്. പരാതിക്കെട്ടുമായി ദില്ലിയിലെത്തിയ ഉമ്മൻചാണ്ടിയെ രാഹുൽ ഗാന്ധി ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ പരിഗണിക്കാനാകില്ലെന്ന് രാഹുൽ വ്യക്തമാക്കി. പാർട്ടി പ്രവർത്തനത്തിൽ സജീവമാകണമെന്ന രാഹുലിന്റെ അഭ്യർത്ഥന അംഗീകരിച്ച ഉമ്മൻചാണ്ടി ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. DCC അധ്യക്ഷ നിയമനത്തിൽ ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിന്നിരുന്ന ഉമ്മൻചാണ്ടിയെ ആശ്വാസവാക്കുകളിലൂടെ അനുനയിപ്പിക്കുക എന്ന തന്ത്രമാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. സംഘടനാ തിരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യം ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു. KPCC തലം മുതൽ താഴെത്തട്ട് വരെ ഉടൻ സംഘടനാ തിരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യമാണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചത്. സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ ശ്രീ രാഹുൽജിയുമായി ഞാൻ ഇന്ന് ചർച്ച ചെയ്തു. സംഘടനാ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് പുതിയൊരു ആവശ്യമല്ല, ഞാൻ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. എന്നാൽ സംഘടനാ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രായോഗികമല്ലെന്ന് രാഹുൽ ഗാന്ധി മറുപടി നൽകി.
5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പാർട്ടിക്ക് മുന്നിലുള്ള പ്രധാന കാര്യമെന്നും രാഹുൽ വ്യക്തമാക്കി. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കേരളത്തിലെ വിഷയങ്ങൾ പരിശോധിക്കാമെന്നും അതുവരെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കരുതെന്നും രാഹുൽ നിർദ്ദേശിച്ചു. രാഹുലിനെ കാണുന്നതിന് മുൻപ് AK ആന്റണി, മൻമോഹൻ സിംഗ് എന്നിവരുമായും ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്തി. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.